മയക്കുവെടിയേറ്റ കൊമ്പനെ ആനിമൽ ആംബുലൻസിൽ കോടനാട് അഭയാരണ്യത്തിലെത്തിച്ചു. ഡോക്ടർ അരുൺ സക്രിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ചികിത്സ നടത്തുന്നത്. ആനയുടെ മുറിവ് ഭേദമാക്കാൻ സമയമെടുക്കുമെന്ന് DFO വ്യക്തമാക്കി. ആഴത്തിലുള്ള മുറിവാണ് ആനയുടെ മസ്തകത്തിൽ ഉണ്ടായിരിക്കുന്നത്. 1 മാസം മുൻപ് ആനയെ മയക്കുവെടി വെച്ച് ചികിത്സ നടത്തിയിരുന്നു. എന്നാൽ മുറിവുണങ്ങിയില്ല. ഇതേ തുടർന്നാണ് വിദഗ്ധ ചികിത്സ നൽകണമെന്ന തീരുമാനത്തിലേക്ക് എത്തിയത്. എന്നാൽ മുറിവിന്റെ വലുപ്പം ഇപ്പോൾ കൂടിയിട്ടുണ്ട്. മാത്രമല്ല ആനയ്ക്ക് ശാരീരിക അവശതകളുമുണ്ട്. ഇന്ന് മയക്കുവെടി വെച്ച ഉടനെ പ്രാഥമിക ശുശ്രൂഷ നൽകിയിരുന്നു. മസ്തകത്തിലെ മുറിവ് പുഴുവരിച്ച നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. ആഴമേറിയ മുറിവായതിനാൽ ഭേദമാകാൻ സമയമെടുക്കുമെന്ന് DFO പറഞ്ഞു. ആന കിടന്നപ്പോൾ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ അത് നല്ല കൂർക്കം വലിക്കുന്നത് കേട്ടപ്പോൾ എന്തായാലും വേറെ ഇഷ്യൂ ഇല്ലയെന്ന് മനസ്സിലായി. പിന്നെ അതിൻ്റെ ഒരു സെഡേഷൻ മോഡിലാണെന്ന് മനസ്സിലായി. കുറച്ച് അത് സൈനസിൽ കുത്തേറ്റേൻ്റെ ഒരു മുറിവാണ്. അതെന്തായാലും ഹീൽ ചെയ്യും എന്നുള്ളൊരു പ്രതീക്ഷ നമുക്കുണ്ട്. കുറച്ച് നാൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടി വരും. വലിയ മെഡിക്കൽ സംഘമാണ് ആനയുടെ ചികിത്സയ്ക്കായി കോടനാടുള്ളത്. ആനകൾ പരസ്പരം കൊമ്പ് കോർത്തതിന് പിന്നാലെയാണ് കൊമ്പന് മസ്തകത്തിൽ മുറിവേറ്റത്. അമൃത ന്യൂസ്, കൊച്ചി.